അപ്പൊ എങ്ങനെയാ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് റാന്നി അത്തിക്കയം മടന്തമണ്ണിലുള്ള ജോസഫ് സാറിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലോട്ടാ. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്നാ രസമാണെന്നറിയാവുന്ന, എന്നാ ആംബിയൻസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് കാണണേ. കണ്ടാലും മതി വരത്തില്ല. 9 വർഷം മുന്നേ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ജോസഫ് സാർ റിട്ടയർമെന്റ് ലൈഫിലോട്ട് കയറിയപ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ഒരു ആശയം മനസ്സിലോട്ട് വരുന്നതും അന്ന് സാറ് 4 ഏക്കർ വരുന്ന സ്ഥലത്ത് ഇത് തുടങ്ങുകയും ചെയ്തു. അന്ന് സാർ അതിനൊരു പേര് വിട്ടു, ജയ് ഗാർഡൻ. ഇന്ന് അത് എക്സ്പോർട്ടിംഗ് വരെ ചെയ്യുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതൊക്കെ കണ്ട് എന്നാ കാഴ്ചയാണെന്നറിയാവോ. കൂട്ടത്തിൽ അവിടെ ഒരു ഏറുമാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഏറുമാടത്തിന്റെ മുകളിലോട്ട് അങ്ങ് കയറുക. ഒന്ന് കയറിയതിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തോ വ്യൂ ആണെന്നറിയാം അവിടെ നിന്ന് കാണുന്നത്. അതൊക്കെ കണ്ട് കുറേ നേരം മതി വരുവോളം അതൊക്കെ ആസ്വദിച്ചു. നല്ല ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്ന മലനിരകളും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. അതിനുശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്, ആ ഗോഡൗണിലേക്ക് ഒന്ന് പോകാം. സാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സാറുമായിട്ട് കുറേ നേരം ഒന്ന് സംസാരിക്കാം. അപ്പൊ അവിടെ ചെന്നു. സാറിന്റെ കൃഷി രീതികളെയും മറ്റും കുറേ നേരം സംസാരിച്ചിരുന്നു. ഇതെങ്ങനെ നടണം, ഇതിന്റെ ബിസിനസ് സാധ്യതകൾ എങ്ങനെയാണ് എല്ലാം പറഞ്ഞു. ഇതാണ് ആ ഗോഡൗണ്. അപ്പൊ സാറുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഈ എടുത്ത ലൈവ് വോയിസ് ഒന്നും എനിക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം മൈക്കിന്റെ പ്രശ്നം, എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ആ സൗണ്ടൊക്കെ അങ്ങ് ഇതായി. മഴയൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെയൊക്കെ പ്രശ്നമായിരിക്കാം. അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഈ സൗണ്ടൊക്കെ നിങ്ങൾ സാറ് പറയുന്നതൊക്കെ കേൾപ്പിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ആ സൗണ്ട് ഒന്നും ക്ലിയർ അല്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഈ പറയാറുണ്ടല്ലോ, അത്തിപ്പഴം പെടുത്തപ്പം കാക്കയ്ക്ക് വായ്പുണ്ട്. ആ അവസ്ഥയായിരുന്നു എൻ്റെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.